കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ടൊന്നോടെ കരങ്ങൾ വീശി ഒന്നോടെ പാട്ടുപാടി ആനന്ദ നൃത്തം വെച്ച് ആനന്ദഗീതം ആലപിച്ച് കരങ്ങൾ കൊട്ടി നമുക്ക് കർത്താവിനെ ഒന്ന് വാഴ്ത്താം, ആരാധിക്കാം. സന്തോഷത്തോടെ കരങ്ങൾ കൊട്ടി രോഗക്കിടക്കയതേ എന്റെ നാഥൻ പതപ്പീതുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്നെ തന്റെ മാറിൽ ചേർത്ത് നിർത്തുമേ. എന്റെ രോഗക്കിടക്കയതേ എന്റെ നാഥൻ പതപ്പീടുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്നെ തന്റെ മാറിൽ ചേർത്ത് നിർത്തുമേ. കർമ്മയത്തെ അടിച്ച് പാടാം. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. നെഞ്ചുനീറി കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യനെന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. നെഞ്ചുനീറി കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യനെന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. കരങ്ങളെ അത്യാവശ്യം പാടാം. Hallelujah, 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 hallelujah. മിത്രരേ വരും നന്മ ചൊല്ലി പിരിയുമ്പോഴും എൻ കിടക്ക വിട്ടുപോകാതെ എൻ പ്രിയനിൻ കൂടെയിരിക്കും. എൻ പ്രിയരും മിത്രരേ വരും നന്മ ചൊല്ലി പിരിയുമ്പോഴും എൻ കിടക്ക വിട്ടുപോകാതെ എൻ പ്രിയനിൻ കൂടെയിരിക്കും. നമ്മളെ അത്യാവശ്യം പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുത്തനായ നാകളിൽ എന്നെ തേടി വന്നെല്ലാവരും ഞാൻ കിടന്നു പോയ വേളയിൽ യേശു മാത്രം കൂടെയിരുന്നു. ഞാൻ കരുത്തനായ നാകളിൽ എന്നെ തേടി വന്നെല്ലാവരും ഞാൻ കിടന്നു പോയ വേളയിൽ യേശു മാത്രം കൂടെയിരുന്നു. കർമ്മയെ അത്യാവശ്യം പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
എനിക്കു തലയിണയാ സത്യവേദ ഗ്രന്ഥം മാത്രമാ എന്റെ കയ്യിലൂന്നു പണിയോ എന്റെ ക്രൂശ് മാത്രവും ഇന്നെനിക്കു തലയിണയാ സത്യവേദ ഗ്രന്ഥം മാത്രമാ എന്റെ കയ്യിലൂന്നു പണിയോ എന്റെ ക്രൂശ് മാത്രവും കാരണം വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്ന തമ്പുരാനെ നമുക്കൊരു നിമിഷം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. സ്നേഹത്തോടെ അവിടുത്തെ തിരുമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. എന്റെ ജീവിതത്തിന്റെ വേദനകളും എന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളും എല്ലാം ഏറ്റെടുക്കുവാൻ സന്നദ്ധനായ അവനെ അൾത്താരിൽ എഴുന്നള്ളി വാഴുന്നു. ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നവനും നന്മകളെ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സമർപ്പിക്കട്ടെ. മക്കളെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുടുംബ ബന്ധങ്ങളെ എല്ലാം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ചിഹ്നഭിന്നമായ കുടുംബങ്ങള്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ നിറഞ്ഞിട്ടുള്ള അവസ്ഥകളെ എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ദിവികാരുണ്യ വലിയ ഭവനത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് വെക്കാം. ഏതെല്ലാം അസ്വസ്ഥതകളും ഭാരങ്ങളുമായിട്ടാണോ ദൈവജനം ഇവിടെ വന്നിരിക്കുന്നത്, ആ അസ്വസ്ഥതകളിലേക്കും ഹൃദയ ഭാരത്തിലേക്കുമെല്ലാം കർത്താവിന്റെ സ്നേഹം ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്ന് അവിടെ നിന്ന് നമ്മളെ ആശീർവദിക്കുവാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ്. എന്നെയും അനുഗ്രഹിക്കണമേ, ഒരു അനുഗ്രഹം എനിക്കും തരണമേ എന്ന് തമ്പുരാനോട് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ മരിയഭവനെന്ന് പ്രത്യേകമായിട്ട് പ്രവാസികളെ ഓർമ്മിക്കുന്ന ദിവസമാണ്. പ്രവാസി കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളവരെയും അല്ലാത്തവരെയും എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അന്യനാട്ടിലായിരുന്നുകൊണ്ട് നാടിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രവാസികളെയും നമുക്ക് തമ്പുരാന് സമർപ്പിക്കാം. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ നോക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേര് അന്യനാടുകളിൽ പോയി നമുക്ക് വേണ്ടി ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയും അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള വരം ലഭിക്കുവാൻ, പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തെ ആശ്രയിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മാരകമായ രോഗങ്ങളാൽ ആശുപത്രികളിൽ കഴിയുന്ന വ്യക്തികളെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ക്യാൻസർ, ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന രോഗികൾ ധാരാളം പേരുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ചിന്ന ഭിന്നമായ കുടുംബ പ്രശ്നങ്ങളാലും അറിയുന്നവരുണ്ട്. തമ്പുരാന് സമർപ്പിക്കാം. മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, മക്കളിൽ നിന്നുള്ള അസ്വസ്ഥതകളും നിമിത്തം ക്ലേശിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹവും ഐക്യവും വളരുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. മരിയഭവന്റെ എല്ലാ പ്രേക്ഷിതരെയും നമുക്ക് തിരുസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പാട്ട് പാടിയും കീബോർഡ് വായിച്ചു നമുക്ക് നമ്മെ സഹായിക്കുന്ന എഡ്വിനെയും സോബിനെയും എല്ലാം നമുക്ക് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വിവിധങ്ങളായ ശുശ്രൂഷകൾ, വചന പ്രഘോഷണത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും എല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷിതരെ എല്ലാവരെയും നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രേക്ഷിത വൃത്തത്തിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെയും പുതുതായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവരായിട്ടുള്ളവരെല്ലാം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാവരിലൂടെയും ഈ സമൂഹത്തിന്റെ ശുശ്രൂഷ, ഈ ഭവനത്തിന്റെ ശുശ്രൂഷ വിജയകരമായിട്ട് തീരുവാൻ ദൈവം ഈ ഭവനത്തിലൂടെ ധാരാളം കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടവരുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ഇതുവരെയും നാളിതുവരെയും കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഈ ഭവനത്തിലൂടെ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവയെല്ലാം ഓർത്ത് തമ്പുരാന് നമുക്ക് നന്ദി പറയാം. എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം ഈ ഭവനത്തിലൂടെ ഓരോ നിമിഷവും വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്റെ സാന്നിധ്യം ഇവിടെ അനുഭവവേദ്യമാക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ഇവിടെ അനുഭവവേദ്യമാക്കുകയാണ്. നമുക്ക് എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷകൾ വളരുന്നതിന് ആഗ്രഹിച്ച് അവിടെ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി തന്നിരിക്കുന്നു. അവിടെ തമ്പുരാന് വേണ്ടി ഒരു ആലയം തീർക്കുവാൻ ധാരാളം ആളുകൾ ദിവ്യകാരുണ്യ മരിയഭവനത്തിലൂടെ വിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും വളരുവാൻ ലോകാവസാനം വരെ നിലനിൽക്കുന്ന കർത്താവിന്റെ 2ാമത്തെ ആഗമനം വരെ നിലനിൽക്കുന്ന ഒരു ഭവനമായിട്ട് ദിവ്യകാരുണ്യ മരിയഭവനം മാറുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രേക്ഷകരിലൂടെയും ഒക്കെ ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ നമ്മളെ ആശീർവദിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആശീർവദിക്കുവാനായിട്ട് വരുന്നു. അതിനു മുമ്പ് ധൂപത്താലും വിശുദ്ധ ജലത്താലും നിങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മളെ ധൂപിക്കുമ്പോൾ ആശീർവദിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. നമ്മളെ വിശുദ്ധജലം തളിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ഭവനങ്ങളും എല്ലാം വിശുദ്ധജലത്താൽ തളിക്കപ്പെടുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ച് ഈ മണിക്കൂറുകൾ ഈ സമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തുടർന്ന് വരുന്ന വിശുദ്ധ കുർബാനയിലും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ഈശോയുമായിട്ട് ഈ ഭവനത്തിൽ നിന്ന് മടങ്ങുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കൊരു നിമിഷം എല്ലാ നന്മകളെയും തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് കൃപയാചിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന, അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന, അങ്ങേയ്ക്കാരാധന.
ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥന. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥന. ശരീരം തകർത്തു ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്കായി പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിത്യാഗത്തെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാക്ഷ്യം പതിനാലുണ്ടെങ്കിൽ വരാവുന്നതാണ്.
പറഞ്ഞു സെപ്റ്റംബർ 1-നാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു സെപ്റ്റംബറിൽ അവന് ജോലി കിട്ടിയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് സെപ്റ്റംബർ 11-ന് ഓഫായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 11-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, അതിന് മുമ്പ് എനിക്ക് അവന് ജോലി കിട്ടിയിരിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ 11-ന് കിട്ടിയില്ല. എൻ്റെ പിറ്റത്തെ ബുധനാഴ്ചയും വന്നു. അപ്പോൾ ഇടയ്ക്ക് ആ ബുധനാഴ്ച രാവിലെ തന്നെ അറിഞ്ഞിരുന്നു അവന് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട്. പക്ഷെ ഓഫർ ലെറ്ററും കിട്ടിയില്ല. ഓഫർ ലെറ്റർ കിട്ടാഞ്ഞുകൊണ്ടാണ് എനിക്കത് പറയാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഞാൻ എവിടെ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവേ അവന് ഓഫർ ലെറ്റർ കിട്ടണമേ. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞു ഓഫർ ലെറ്റർ കിട്ടി. അവർ മെയിൽ അയച്ചിരുന്നതാണ്, പക്ഷേ അത് അവന് കിട്ടാതെ പോയതാണ്. ഇപ്പോൾ ഒരു നല്ല ജോലി ആയിട്ടുണ്ട്. ഇന്ന് അവൻ തിരിച്ച് ഇവിടെ നാട്ടിലെത്തും. പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലിക്കുള്ള വിസ ശരിയാവാനും നല്ലൊരു താമസ സൗകര്യം ശരിയാവാനുമായിട്ടുള്ള പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെയും യോസേഫുദാറിൻ്റെയും ഭാഗത്തിലുള്ള മധ്യസ്ഥതയ്ക്ക് നന്ദി പറയുകയും ചെയ്യും. ബന്ധുബലത്തില് ആശ്രയിച്ച് ഇവര് നല്ല ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം തമ്പുരാനിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നല്ലൊരു ജോലി കൊടുത്ത് ആ മകനെ അനുഗ്രഹിച്ചു. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരു സംശയം പറയാനുണ്ട്. ഇതൊക്കെ 2 കാലിൻ്റെ കുതിക്കും നേരും വേദനയായിട്ട് കാല് നിലത്ത് കുത്താൻ വയ്യായിരുന്നു. ഒരാഴ്ചയായിട്ട് അവസരമുണ്ടായിരുന്നു. ഈശോയോട് പ്രാർത്ഥിച്ചു. എൻ്റെ സന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞാളെ വേദനയും നേരും എത്രയാണ് മാറ്റിത്തരണം. അതുകൊണ്ട് സുഖമായ യേശുസ്തുതി. എല്ലാവരെയും സാക്ഷ്യം പറയുവാനായിട്ട് പറഞ്ഞു വിടുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു വേദനയും അനുഭവവും ഒക്കെ ഉണ്ടായപ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി വീണ്ടും ഇവിടെ ശുശ്രൂഷയിൽ വ്യാപൃതിയാകുവാനായിട്ട് ദൈവം ഇടവരുത്തുകയും ചെയ്തു. നമുക്ക് സിസ്റ്റർ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് തമ്പുരാനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. തിരുസഭയുടെ ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മുടേതായ അയോഗ്യതകളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരുസഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾക്ക് ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല. കാരണം ബലിയർപ്പിക്കുന്ന പുരോഹിതനോ അർപ്പകരാകുന്ന ജനമോ അല്ല, ക്രിസ്തുവാണ് വിശുദ്ധ കുർബാനയിൽ അർപ്പകനും അർപ്പിത വസ്തുവുമെല്ലാം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കുറവില്ലാത്ത യോഗ്യതകളാൽ വിശുദ്ധ കുർബാനയുടെ അനന്തമായ യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ആകുലതകളെയും വേദനകളെയും അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും രോഗങ്ങളെയും അനർത്ഥങ്ങളെയും എല്ലാം തമ്പുരാന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളവയും എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. കുറവുകളും പോരായ്മകളും അവിടുന്ന് പൂർത്തിയാക്കട്ടെ. നിലവുകളെ അവിടുന്ന് കൂടുതൽ അനുഗ്രഹിക്കട്ടെ. തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കൃതജ്ഞതാബലിയായിട്ട്, തരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കൃതജ്ഞതാബലിയായിട്ട്, നമ്മുടെ അർത്ഥനകളും യാചനകളും എല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന യാചനയുടെ ബലിയായിട്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാഭിലാഷങ്ങളും എല്ലാം ഈ ബലിയിലെ അർപ്പിത വസ്തുക്കളായിട്ട് തീരട്ടെ. ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കുകയും ചെയ്യാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം.
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിധർമ്മം മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിധർമ്മം മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്തുതമഹിമാവാം. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോ സാമോദം. പരിശുദ്ധൻ നീയെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഃഖാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആദനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദ്യം മുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ശുദ്ധപുരുഷാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. ആർക്കലമെല്ലാം ഉടയവനേ, വാഴ്ത്തുക തൻ തിരുനാമവുമാ രക്ഷയുമെന്നും കീർത്തിപ്പിൻ. ജനതകൾ മധ്യേ കർത്താവിൻ മഹിമകൾ നിതരാം ഘോഷിപ്പിൻ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ. തിരുനാമത്തിനു ചേർന്ന വിധം മഹിത തുതികളുയർത്തിടുവിൻ. തൃക്കാഴ്ചകളോടവിടുത്തെ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ. നിർമ്മല വസ്ത്രവിഭൂഷിതരായി ആരാധിച്ചു വണങ്ങിടുവിൻ. നീതി വിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ. വനവൃക്ഷങ്ങൾ വയലുകളും ഉലകിത ഗീതമുതിർക്കട്ടെ. ആദനും അതുപോലാത്മജനും റൂഹായും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ
രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ഭഗവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കട്ടെ. വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്നാൽ കുട്ടിയെ സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനെ അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിന്റെ നൈമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദിവചനത്തിന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി വധിച്ചത്. ശാന്തിയേകുന്ന വചനം, സൗഖ്യമേകുന്ന വചനം, സന്ധിബന്ധങ്ങൾ എല്ലാം കടന്നെത്തി ബന്ധനം നീക്കുന്ന വചനം, അന്ധത നീക്കുന്ന വചനം, മോചനമേകുന്ന വചനം, ഒരു വാക്കു ചൊന്ന് എൻ പാപമെല്ലാം നീക്കുന്ന സ്വർഗീയ വചനം, ഒരു വാക്കു ചൊന്ന് എൻ പാപമെല്ലാം നീക്കുന്ന സ്വർഗീയ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു അവിടെ നിന്നും നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുസഭ ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാള് ആഘോഷിക്കുകയാണ്. മധ്യസ്ഥ ശക്തിയില് വിശുദ്ധ മത്തായി ശ്ലീഹായോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തില് കേരള സഭ വളരെ മുന്നിലാണ് എന്ന് നമുക്ക് അറിയാം. വിശുദ്ധ മത്തായിയുടെ നാമധേയത്തിന് ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മാത്യു എന്നും മത്തായി എന്നും മത്തച്ഛൻ എന്നും ഒക്കെയുള്ള വിവിധ പേരുകളില് മത്തായി ശ്ലീഹായുടെ പേര് നമ്മൾ കൂടുതൽ കേരള സഭയില് ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ജീവിതം നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ മാതൃകയാണ്. ചുങ്കക്കാരനായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എന്ന് നമുക്കറിയാം. ഈശോയുടെ ശിഷ്യന്മാരില് ചുങ്കക്കാരനായിട്ട് ഒരുപക്ഷെ മത്തായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുങ്കക്കാരെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയില് റോമ സാമ്രാജ്യത്തില് ചുങ്കക്കാർ എപ്പോഴും വെറുക്കപ്പെട്ടിരുന്ന ഒരു ഗണമാണ്. കാരണം റോമ സാമ്രാജ്യത്തിന് വേണ്ടി നികുതി പിരിക്കുന്നവരായിട്ട് ചുങ്കക്കാര് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പലപ്പോഴും അവരെ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് അമിതമായിട്ട് ചുങ്കം ഈടാക്കുകയും അത് ചക്രവർത്തിക്ക് എത്തിച്ചു കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചുങ്കക്കാരെ എന്ന് പറഞ്ഞാല് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം, അക്കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നീചരും അവഹേളിക്കപ്പെടുന്നവരും അവര് ഇഷ്ടപ്പെടാത്തവരും വെറുക്കുന്നവരുമായിരുന്നു. അപ്രകാരം മനുഷ്യര് വെറുക്കുന്ന ഒരുവനെയാണ് ക്രിസ്തു തന്റെ ശിഷ്യനായിട്ട് വിളിക്കുവാനായിട്ട് മനസ്സാകുന്നത്. മത്തായി ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ തന്നെയാണ് മത്തായിയെ വിളിക്കുന്നത് എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ചുങ്കസ്ഥലത്ത് നിന്ന് വിളിക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് മത്തായി തീരുമാനിക്കുകയും ചെയ്തു. മത്തായിയുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും യേശു മനസ്സ് കാണിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. മത്തായി മാത്രമല്ല, അനേകം ചുങ്കക്കാരും പാപികളും, ചുങ്കക്കാരെയും പാപികളെയും ഒരു ഗണത്തിലാണ് ഇസ്രായേൽ ജനങ്ങളുടെ കണക്കാക്കപ്പെടുന്നത്. കാരണം അവരും ചുങ്കക്കാരും പാപികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യരെ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് പണം ഈടാക്കുകയൊക്കെ ചെയ്തിരുന്നുകൊണ്ട് അവരുടെയും പാപികളുടെ ഗണത്തിൽ എണ്ണപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ധാരാളം ചുങ്കക്കാരും പാപികളും അവരോടൊത്ത് ഭക്ഷണത്തിനിരുന്നിരുന്നു. പാപികളും ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നത് കണ്ട് ഫരിസേയര് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷിക്കുന്നല്ലോ. അപ്പോഴവിടുന്ന് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ എന്ന് മിശിഹ ഫരിസേയർക്ക് മറുപടി കൊടുക്കുന്നതും തിരുവചനത്തിലും നമ്മൾ കാണുന്നു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ തത്വം വളരെയധികം പ്രാവർത്തികമാണെന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ രോഗികളും പാപങ്ങൾ നിമിത്തം പലതരത്തിലുള്ള മാനസിക വ്യഥകളും അനുഭവിക്കുന്നവരാണ്. ക്രിസ്തുനാഥൻ വന്നിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മളോടൊത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ടാണ്, നമ്മുടെ ഇടയിലായിരിക്കുവാനായിട്ടാണ് എന്ന് തിരുവചനം നമുക്ക് സാക്ഷ്യം നൽകുന്നു. അതുകൊണ്ട് ഏതെല്ലാം അവസ്ഥകളിൽ നമ്മൾ ജീവിച്ചിരുന്നവരായാലും, ഏതെല്ലാം പാപപ്രവൃത്തികളില് പാപത്തിന്റെ വഴികളില് പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നെങ്കിലും ദൈവം നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മോടൊത്ത് ഭക്ഷിക്കുവാനായിട്ട്, നമ്മുടെ തന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കുവാനായിട്ട് മനസ്സായി എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണയുടെ ആഴം എന്ന് പറയുന്നത്. മത്തായിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വെറുക്കപ്പെടുന്ന മനുഷ്യന് വെറുത്തിരുന്ന ഒരു മനുഷ്യനാണ്. അവനെ തന്റെ ശിഷ്യഗണത്തില് 12 പേരുടെ ഒരുവനായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് മിശിഹാത്തിന് മനസ്സായി. അതുകൊണ്ട് മനുഷ്യരുടെ യോഗ്യതകളല്ല, മനുഷ്യര് നിശ്ചയിക്കുന്ന യോഗ്യതകളല്ല ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്ന് നമുക്കറിയാം. തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ, തന്റെ മഹത്വം പ്രകടമാക്കുവാൻ അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാനദണ്ഡം മനുഷ്യരുടെ മാനദണ്ഡമല്ല. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നിന്ദ്യരും ബലഹീനരും അപമാനിതരും കുറ്റക്കാരും ഒക്കെ ആയിരിക്കാം. പക്ഷെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും സ്നേഹിക്കുകയും നമ്മളോടൊന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മളോടൊപ്പമായിരിക്കുന്നതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് ഇത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട് അവിടുത്തോട് അല്പമെങ്കിലും പ്രതിസ്നേഹം കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ അവരോടൊത്ത് ഭക്ഷിക്കുവാൻ, അവരോടൊത്ത് പാനം ചെയ്യുവാൻ, അവരോട് സംസാരിക്കുവാനായിട്ട് നമ്മൾ മനസ്സാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ അവിടുന്ന് വിളിച്ചപ്പോഴേ തന്നെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനും അവന് ഭക്ഷണം വിളമ്പുവാനായിട്ടും മത്തായിക്ക് സാധിച്ചു. ഇനിയും ശിഷ്യന്മാരുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇത്രയേറെ പണക്കൊതിയനായിരുന്നു അല്ലെങ്കിൽ ചുങ്കം പിരിച്ച് നടന്നിരുന്ന മത്തായിയുടെ കയ്യിലാണ് സ്വാഭാവികമായിട്ടും പണസഞ്ചി ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമുക്കറിയാം പണസഞ്ചി യൂദാസിന്റെ കയ്യിലായിരുന്നു. യൂദാസ് ആകട്ടെ ഒരു ദൈവത്തിന്റെ രാജ്യം പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ള ആശയത്തോടുകൂടി നടന്നിരുന്ന തീവ്രവാദികളുടെ ഗണത്തിൽ പെട്ടിരുന്ന ആളുമായിരുന്നു. പക്ഷെ പണം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്ന മത്തായിയുടെ കയ്യില് പണസഞ്ചി നമുക്ക് കാണാനും പറ്റുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ചുങ്കസ്ഥലത്ത് നിന്നും ദൈവം വിളിച്ചെടുത്തപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ വന്നപ്പോൾ അവന്റെ പഴയ ജീവിത രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുവാനായിട്ട് അവന് സാധിച്ചു. പണത്തോടുള്ള ആസക്തിയും ആഗ്രഹവും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്നതിൽ മത്തായ സ്ലീഹ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിക്കുന്നത് ഏത് അവസ്ഥയിൽ നിന്നായിക്കൊള്ളട്ടെ, പഴയ അവസ്ഥകളിൽ നിന്ന് മാറി പുതിയ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് നമ്മൾ മനസ്സാകുന്നെങ്കിൽ തന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർക്കുവാൻ, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കുന്നതിന് അവിടത്തേക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായ സ്ലീഹ ഇത്രയേറെ ആദരിക്കപ്പെടുകയും അടങ്ങപ്പെടുകയും മത്തായ സ്ലീഹയുടെ നാമം നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം മത്തായ സ്ലീഹ ക്രിസ്തുവിനോട് അത്രയേറെ വിശുദ്ധനായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. തന്റെ പഴയ ജീവിത രീതികളിൽ നിന്നെല്ലാം മാറി, ആക്രമണത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും പിടിച്ചു പറിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്നെല്ലാം മാറി ക്രിസ്തുവിന് വേണ്ടി മനുഷ്യരെ പിടിച്ചു പറിക്കുന്ന സ്വഭാവത്തിലേക്ക് മത്തായ സ്ലീഹ മാറി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥകളെയും പഴയ ജീവിത അവസ്ഥകളെയും ഒക്കെ നമുക്ക് വിസ്മരിക്കാം. ഇനി ക്രിസ്തുവിനോടും കൂടി പുതിയ മനുഷ്യനായിട്ട് തീരുവാൻ, പുതിയ ശിഷ്യനായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരുണയുടെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം. അതുകൊണ്ട് കരുണ കാണിക്കുന്ന വ്യക്തികളായിട്ട് തീരാൻ, ക്രിസ്തുവിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ച് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മത്തായി നാമധാരികളായ എല്ലാവരെയും, ധാരാളം വൈദികരെ നമ്മുടെ ഇടയിലുണ്ട്. ദ്വികാരണ മിഷണറി സഭയിൽ തന്നെ മെത്രാന്മാരുണ്ട്. അവരെയൊക്കെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. മാത്യുവരങ്കിൽ പിതാവ് നമ്മുടെ രൂപതയിലെ പിതാവാണ്. അവരെയൊക്കെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുജനങ്ങളുടെ ഇടയിലും ഒക്കെ മത്തായി എന്ന പേരുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മത്തായിമാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായ സ്ലീഹയുടെ മധ്യസ്ഥതയാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉദ്ദേശത്തോടും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കി ഞങ്ങളുടെ മേലധികാരികൾ നിന്ന് ദർശിക്കുവാനും അവിടെ ആജ്ഞ അനുസരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയാഴത്തോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. രൂപാന്തരപ്പെടുകയും നിന്റെ മുഖത്വം കൊണ്ട് ഇതുകൊണ്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന കർത്താവേ, ഒരു ദിവസത്തിൽ മുഖത്തുപൂർണ്ണ നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നേടിയെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജീവിതം നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് മോശയെ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തെ ഞങ്ങൾ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിർപ്രതിഷ്ഠ ജോസഫ് മെത്രാപ്പൊലീത്തായെയും സഭാധ്യക്ഷന്മാരെ ഏവരെയും അനുഗ്രഹിക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്ഥാനവും പ്രദേശമായ മിശിഹായെ, നീ കുരിശടയാളത്തിലെ വാനമേഖലകളാകുമ്പോൾ എന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെയും ആരാധനയ്ക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവം അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദേവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ കൈപ്പിനായി നിർവഹിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുതലാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേ പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യവും തുരിയും ാകും കന്യാമറിയത്തെ സാവനമീ ബലിയിൽ ആദിയിലെ പോലം നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. ോമായേയും നിനസാക്ഷികളെയും സത്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാം കർത്താവൻ നന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുമ്പോൾ ഇവരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ
ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികളുടെ ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ഥിരമായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായി ശരീരത്തിലേർപ്പം വിദ്യാസനങ്ങളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രീസ്മാരും മെത്രാന്മാരും പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ ഭരിച്ച് ഈ ലോകത്തിന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് തിരിവിനും കാരണമാകട്ടെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും അത് സമർപ്പിക്കുന്നവരെയും അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന്റെ പറയവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിനിരവുമായ രഹസ്യങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും നമ്മോടും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവികാരങ്ങൾ. പൂർവപിതാവാം യാക്കോബിവർക്കും ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവം ഇതുവലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാം
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്നും പുകഴ്ചയും വഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ഭഗവാനീശൻ പരിശുദ്ധൻ ഭഗവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ നീതിദിനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്കും ഇവരുടെ എല്ലാ നിയോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ പ്രവാസികൾക്കും അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ഇതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും
സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. വിഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോത്തം ശിക്ഷരെ അറിയിച്ച ദിവ്യരഹസ്യപിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താത്മാവോടെ സമീപിക്കാം. ആകാപത്തിലുള്ള ശരണത്തോടെ അപരാധങ്ങളെ ബന്ധിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നകലഹങ്ങൾ വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാതുരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുക, ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തികരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തിയും ഞങ്ങളുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാപരിശുദ്ധനാകുന്നു, ഏകപുത്രപരിശുദ്ധനാകുന്നു, ഏകരൂഹാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ജനങ്ങൾ പ്രവർത്തിക്കുവാൻ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇതാ കടങ്ങളുടെ മോചനത്തിനുള്ള ദൈവിക ദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ദാനം സ്വീകരിക്കാം. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് വലപ്രസാദത്തിലായിരിക്കുന്നവർ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. തോന്നലാണോ നിനക്കാരോടും പറയാത്ത വേദനയോ? ആരാരുമില്ലെന്ന തോന്നലാണോ നിനക്കാരോടും പറയാത്ത വേദനയോ? നിന്നെ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന കാരുണ്യരൂപനായി വന്നിതാ ഞാൻ. നീ എനിക്കെന്നുമൻ സ്വന്തമല്ലേ, നീ എനിക്കെന്നുമൻ സ്വന്തമല്ലേ. എന്തേ വാടിക്കടന്നു പോയി? ഭാരത്തിന്റെ ക്ലേശങ്ങളാൽ ഈ പാരിലെ ജീവിതം കൈപേറുമ്പോ, പാപഭാരത്തിന്റെ ക്ലേശങ്ങളാൽ ഈ പാരിലെ ജീവിതം കൈപേറുമ്പോ, തളരും നിന്നെ തോളേറ്റിടാനാ ഇടയനായി നിൽക്കുന്നു ഞാനിന്നിതാ. നീ എനിക്കെന്നുമൻ സ്വന്തമല്ലേ, നീ എനിക്കെന്നുമൻ സ്വന്തമല്ലേ. എന്തേ വാടിത്തളർന്നു പോയി? എന്തേ ദുഃഖത്തിലാണ്ടുപോയി? അറിയുന്നതല്ലേ, അനുഭവമല്ലേ, ഞാനെന്ന് നിന്നോടു കൂടെയെന്ന്. നീ എനിക്കെന്നുമൻ സ്വന്തമെന്ന്. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ദൃശ്യമായി സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങളുടെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിലനിൽക്കുകയും നിന്റെ അഭീഷ്ട നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ല കള്ളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒരുമിച്ച് പർദീസയിൽ നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാനുഭവങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർന്നല്ലോ. പീഡകളെന്നും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂമിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ധ്യാനമന്ദിര നിർമ്മാണ വിജയത്തിനായുള്ള പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും അത് പ്രഘോഷിക്കുവാനും പങ്കുവെക്കുവാനുമായി അങ്ങ് സ്ഥാപിച്ചു നൽകിയിരിക്കുന്ന ദിവ്യകാരുണ്യ മരിയഭവനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ രൂപതകൾക്കും ദിവ്യകാരുണ്യ മിഷണറി സമൂഹത്തിനും ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ വിവിധ ശുശ്രൂഷകൾക്കായി ഒരു ധ്യാനമന്ദിരം നിർമ്മിക്കുവാനുള്ള ഞങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹത്തെയും പ്രാർത്ഥനാപൂർവമായ തീരുമാനത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹണത്തിനായി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുവാനും ആധ്യാത്മികവും ഭൗതികവുമായ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുവാനും സന്മനസ്സുള്ള ധാരാളം ഉപകാരികളെ ഒരുക്കി തരണമേ. ഇതിന്റെ നിർമ്മാണത്തിന് സഹായം എത്തിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും അതിനായി അധ്വാനിക്കുന്നവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ ദിവ്യകാരുണ്യനാഥേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഫലമണിയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ കുർബാനയിലൂടെ അവിടെ നിന്ന് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് തമ്പുരാന് നമുക്ക് നന്ദി പറയാം. ഗായകനോടൊപ്പം നമുക്ക് ഒന്നു ചേർന്ന് കീർത്തനം ആലപിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.